നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ ആശാ സമരം സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെന്ന് മുൻ മന്ത്രി AK ബാലൻ. സമരസഹായ സമിതിയായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസും BJPയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമെന്നും ആരോപണം. ജനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി പാലക്കാട് സ്കീം വർക്കേഴ്സ് CITU നേതൃത്വത്തിൽ മാർച്ചും ധർണയും. ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കം. മുണ്ടൂരിൽ അയൽവാസിയെ യുവാവ് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് മുണ്ടൂർ കുമ്മങ്കോട്ടിൽ 57 വയസ്സുള്ള മണികണ്ഠൻ. അയൽവാസികളായ വിനോദും വിനീഷും പോലീസ് കസ്റ്റഡിയിൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പുഴയോര പാർക്ക് നിർമ്മാണത്തിനും 6,85,00,000 രൂപയുടെ അമൃത് പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി. 8 കുളങ്ങൾ നവീകരിക്കും. പുഴയോരത്തൊരുക്കുക 1/2 കോടിയുടെ പാർക്ക്. പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തെ ആശാ വർക്കർമാരുടെ സമരം സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. പാലക്കാട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ആശാ, അങ്കണവാടി, NHM വർക്കേഴ്സിന്റെ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. തിരുവനന്തപുരത്ത് സമരത്തിലുള്ളവരുടെ മുദ്രാവാക്യം കേന്ദ്ര സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കില്ല. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ ആനുകൂല്യ വർധന CITUവും CPMും കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണെന്നും AK ബാലൻ ചൂണ്ടിക്കാട്ടി. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരാക്കാനുള്ള കോടതി വിധിക്കെതിരെ അപ്പീൽ പോയത് കേന്ദ്ര സർക്കാരാണ്. ജോലിയും വേതനവും കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന പദ്ധതികളിൽ ഇടപെടുന്നതിന് കേരള സർക്കാരിന് പരിമിതികളുണ്ട്. എന്നാൽ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് നൽകി സ്കീം വർക്കേഴ്സിനെ നിലനിർത്താനും സംരക്ഷിക്കാനുമാണ് കേരള സർക്കാർ ശ്രമിച്ചത്. BJP, കോൺഗ്രസ്, SDPI, ജമാഅത്ത് എന്നിവരുടെ പിന്തുണയിലാണ് തിരുവനന്തപുരത്തെ ആശാസമരമെന്നും AK ബാലൻ ആരോപിച്ചു. സമരം സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ SUCI അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരത്തിന് SDPIയും ജമാഅത്തെയും കോൺഗ്രസും BJPയും എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ ആ സമരത്തെ ഒരു രൂപത്തിലും അപമാനിക്കാനോ അവഹേളിക്കാനോ അപഹസിക്കാനോ ഇന്നേവരെ ചെയ്യാറായിട്ടില്ല. അതെൻ്റെ ജോലിയുമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് പര്യാപ്തതയില്ല. എല്ലാം കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പള ഘടന നിശ്ചയിക്കേണ്ടത് കേന്ദ്രമാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല. ജനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്കീം വർക്കേഴ്സ് CITU മാർച്ചും 5 വിളക്കിന് സമീപം ധർണയും നടത്തിയത്. അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി V സരള അധ്യക്ഷത വഹിച്ചു. A പ്രഭാകരൻ MLA, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, TK അച്യുതൻ, TK നൌഷാദ്, L ഇന്ദിര, K വേണു, തങ്കമണി, IKN നാരായണൻ, പത്മിനി, കുമാരി, സഹദേവൻ, ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കം. മുണ്ടൂരിൽ അയൽവാസിയെ യുവാവ് തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ കുമ്മങ്കോട്ടിൽ 57 വയസ്സുള്ള മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ വിനോദിനെയും വിനീഷിനെയും കോങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. കൊലപാതകം നടത്തിയ അയൽവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുണ്ടൂരിലെ കുമ്മങ്കോട് എന്ന പ്രദേശത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു കൊല്ലപ്പെട്ട മണികണ്ഠൻ. ഭാര്യ പിണങ്ങിപ്പോയ ഇയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന വിനോദും സഹോദരൻ വിനീഷും ഇടയ്ക്ക് മണികണ്ഠനെ മദ്യപിക്കാൻ ക്ഷണിക്കാറുണ്ടായിരുന്നു. പതിവ് പോലെ ഇന്നലെ രാത്രി ഒരുമിച്ചുള്ള മദ്യപാനത്തിനിടെയാണ് തർക്കമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. രാവിലെ മണികണ്ഠൻ മരിച്ചു കിടക്കുന്നത് ഇതുവഴി പോകുമ്പോൾ ഒരു അയൽവാസി കാണുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ഇരുവരും സ്ഥിരമായി മദ്യപിച്ച് ബഹളമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ ചേർന്നാണ് പ്രതിയായ വിനോദിനെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. വിനോദിന്റെ സഹോദരൻ വിനീഷും പിടിയിലായിട്ടുണ്ട്.
വിനോദിന്റെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കോങ്ങാട് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പുഴയോര പാർക്ക് നിർമ്മാണത്തിനും അമൃത് പദ്ധതിയിൽ 6.85 കോടിയുടെ ഭരണാനുമതി. 8 കുളങ്ങൾ നവീകരിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭ്യമായ സാഹചര്യത്തിൽ ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജലസ്രോതസ്സുകളുടെ നവീകരണത്തിനും പുഴയോരത്ത് പുതിയ പാർക്ക് നിർമ്മിക്കുന്നതിനുമാണ് 6.85 കോടിയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയത്. കവളപ്പാറ എറുപ്പെ ക്ഷേത്രക്കുളം 2.5 കോടി, ഷൊർണൂർ നരസിംഹമൂർത്തി ക്ഷേത്രക്കുളം 1,36 ലക്ഷം, ഷൊർണൂർ കുളഞ്ചേരിക്കുളത്തിന് 80 ലക്ഷം, കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് കുളത്തിന് 75 ലക്ഷം, തവിട്ടുകുളം 19,80,000, കുടത്തിക്കുളം 22,10,000, പാലാട്ടുകുളം 19,80,000, കാഞ്ഞിരക്കുഴിക്കുളം 32,50,000 എന്നിങ്ങനെയാണ് കുളം നവീകരണ പദ്ധതികൾക്ക് ഭരണാനുമതി. ഇതിനു പുറമെ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കാൻ 50 ലക്ഷം രൂപയും അമൃത് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഭരണാനുമതിയായതോടെ ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും 2 മാസം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും ചെയർമാൻ അറിയിച്ചു. ഈ വർഷം അമൃത് 2.0 വാട്ടർ ബോഡീസ് ആൻഡ് റിജുവിനേഷൻ, അതുപോലെ പാർക്ക് നവീകരണം, പുതിയ പാർക്ക് ഉണ്ടാക്കുക 6,85,00,000 രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇന്നലെയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 8 കുളങ്ങൾക്കുള്ള ഭരണാനുമതി നമുക്ക് ലഭ്യമായി. ഇനി ടെൻഡർ നടപടിയിലേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. ഇതുകൂടാതെ ഭാരതപ്പുഴയുടെ തീരത്ത് 50 ലക്ഷം രൂപ പാർക്ക് പുതുതായി നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നഗരസഭയിൽ ഈ വർഷം 6.85 കോടി രൂപയുടെ വാട്ടർ ബോഡീസ് റിജുവിനേഷൻ ആൻഡ് പാർക്ക് ഇതിനു വേണ്ടി ലഭ്യമായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പ്രവൃത്തി ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ആരംഭിച്ച് പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൈങ്കുളം മേച്ചേരിക്കുന്നിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ 8 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. കാർ തകർന്നെങ്കിലും യുവാവായ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച രാത്രി 10:30യോടെയായിരുന്നു സംഭവം. തൊഴിൽ നിഷേധം ആരോപിച്ച് കുളപ്പുള്ളിയിലെ സ്റ്റീൽ ആൻഡ് സിമന്റ് വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നടത്തുന്ന പന്തൽ കെട്ടി സമരം 10 ദിവസം പിന്നിട്ടു. സമരത്തിന്റെ 10ാം ദിനമായ ബുധനാഴ്ച വൈകുന്നേരം കുളപ്പുള്ളി ടൗണിൽ CITU പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് ശേഷം കുളപ്പുള്ളിയിൽ നടന്ന പൊതുയോഗം CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിൽ മേഖലയിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? ചുമട്ടുതൊഴിലാളി യൂണിയൻ കൊണ്ടും കൊടുത്തുമൊക്കെ തന്നെയാണ് ഈ മേഖലയിൽ ചുവടുറപ്പിച്ചിട്ടുള്ളത്. അതിന് തർക്കമൊന്നും വേണ്ട. തൊഴിൽ മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യം ആരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിലും അതിനെ സഹനത്തിൻ്റെ രീതിയിൽ നേരിട്ടുകൊണ്ട് എല്ലാ അതിരുകളും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായുള്ള മാർഗം സ്വീകരിക്കുവാൻ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏത് കാലത്തും ആ പാത സ്വീകരിച്ചിട്ടുണ്ട്. സമര സഹായ സമിതി ചെയർമാൻ N ജയപാൽ അധ്യക്ഷത വഹിച്ചു. CITU ഡിവിഷൻ പ്രസിഡന്റ് S കൃഷ്ണദാസ്, സെക്രട്ടറി K ഭാസ്കരൻ, ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി K ഗംഗാധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് C ശ്രീകുമാർ, സമര സഹായ സമിതി കൺവീനർ MC ശ്രീനിവാസൻ, MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, RG പിള്ള, സതീഷ് കുമാർ, A ഉണ്ണികൃഷ്ണൻ, C വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നീണ്ട 8 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ മങ്കര ഭാരതപ്പുഴ തടയണയിൽ സ്ഥിരം ഷട്ടറുകൾ സ്ഥാപിച്ചു.
മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. 11 ഇരുമ്പ് ഷട്ടറുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. തടയണ സ്ഥാപിച്ചിട്ട് 8 വർഷമായിട്ടും ഷട്ടർ ഇല്ലാത്തതിനാൽ ഇവിടെ വെള്ളം വ്യാപകമായി പാഴാകുകയായിരുന്നു. 4-5 വർഷങ്ങൾക്ക് മുൻപ് കർഷകർ മരത്തടി കൊണ്ടുള്ള താൽക്കാലിക ഷട്ടർ സ്ഥാപിച്ചിരുന്നെങ്കിലും മാസങ്ങൾക്കുള്ളിൽ ഇവ പൂർണ്ണമായും ദ്രവിച്ചു. നിലവിൽ തടയണയിൽ വെള്ളമില്ലാത്തതിനാൽ മേഖലയിൽ ജലക്ഷാമവും രൂക്ഷമാണ്. കാർഷിക മേഖലയ്ക്കും ഇതുമൂലം ഏറെ പ്രയാസമുണ്ടായിരുന്നു. കർഷകരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തടയണയിൽ ഷട്ടർ സ്ഥാപിക്കാനായത്. ശേഖര സമിതിയുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഭാരതപ്പുഴയിലെ കണ്ണംകടവ് തടയണയിൽ ഷട്ടർ ഇടുക എന്നുള്ളത്. അതിനുവേണ്ടി കുറേ വർഷങ്ങളായി കാളിയോ പാടശേഖര സമിതിയുടെ കൺവീനറായ സുനിലും പ്രസിഡന്റായ രമേശും ഒരുപാട് ശ്രമിച്ച് മങ്കര പഞ്ചായത്തിന്റെ ഒരു തുക ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കി തികയാത്ത സംഖ്യ കാളിയോ പാടശേഖര സമിതി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ 11 ഷട്ടറുകൾ ഇടണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്തു തന്നെയായാലും ഇന്ന് അതിന്റെ ഷട്ടർ ഇടുന്ന കർമ്മം മറ്റേ ഗോകുലമാഷ് ഇവിടെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഷട്ടർ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.എൻ. ഗോകുൽദാസ് നിർവഹിച്ചു. തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ജലം ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിവിടെ കെട്ടി നിൽക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള കിണറുകളിൽ മങ്കരയ്ക്ക് മാത്രമല്ല കോട്ടായിക്കും പെരുങ്ങോട്ടുശിക്കും ഉൾപ്പെടെ ഉപകാരപ്രദമായ ഒരു തടയണയാണ് ഇത്. എന്തായാലും മങ്കര ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ചത് പോരാതെ വന്നു കഴിഞ്ഞാൽ കാളികാവ് പാടശേഖര സമിതി അതിനാവശ്യമായ മുഴുവൻ തുകയും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ കർഷകരെ ഈ സന്ദർഭത്തിൽ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കാരണം എല്ലാം സർക്കാർ ചെയ്യണമെന്നല്ല, ജനകീയ കൂട്ടായ്മയോടുകൂടി ഈ ചെയ്ത ഷട്ടറുകൾ എനിക്കൊന്നേ പറയാനുള്ളൂ, സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി പാടശേഖര സമിതിക്കുണ്ട്. വാർഡംഗം കെ.എൽ. ചന്ദ്രിക അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി കൺവീനർ സി.കെ. സുനിൽ, പി.ആർ. തുളസീദാസ്, ബാബു, റിയാസ്, ഷാഫി, റഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിർധന വിദ്യാർത്ഥിക്ക് തലചായ്ക്കാൻ കിടപ്പാടമൊരുക്കി അധ്യാപക കൂട്ടായ്മ. പത്തിരിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് KSTA പറളി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. ഒരു വീടൊക്കെ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. വീടെന്ന് പറയുന്നത് സാധാരണ മനുഷ്യന് വളരെ പെട്ടെന്ന് നിർമ്മിച്ചിരിക്കാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥയിലുമല്ല പലരും. ഏറ്റവും സാമ്പത്തിക ശേഷിയില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. CPM മങ്കര ലോക്കൽ സെക്രട്ടറി ER ശശി അധ്യക്ഷത വഹിച്ചു. കൺവീനർ T ജയന്തി പദ്ധതി വിശദീകരിച്ചു. KSTAയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഭവന നിർമ്മാണം. ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിച്ചേരി, ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി, KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി, സംസ്ഥാന ഉപാധ്യക്ഷൻ MM അരുൺകുമാർ, MR മഹേഷ് കുമാർ, ലോക്കൽ സെക്രട്ടറിമാരായ OV സ്വാമിനാഥൻ, O സുരേഷ്, KSTA ജില്ലാ സെക്രട്ടറി K അജില, ജില്ലാ പ്രസിഡന്റ് MM അജിത്, K പ്രസാദ്, L ഉമാമഹേശ്വരി, പ്രദീപ് G, K മനോജ്, T സാവിത്രി, പ്രിൻസിപ്പാൾ KR കർപ്പകം, പ്രധാനാധ്യാപിക T അനിത, മങ്കര വെസ്റ്റ് സ്കൂൾ പ്രധാനാധ്യാപിക V രതി എന്നിവർ സംസാരിച്ചു. TP സന്ദീപ് സ്വാഗതവും MD പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എങ്ങും എമ്പുരാൻ വൈബ്, ആവേശക്കൊടുമുടിയിൽ ആരാധകർ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് എമ്പുരാൻ വ്യാഴാഴ്ച തിയേറ്ററുകളിൽ എത്തിയത്. രാവിലെ 6 മണിക്കുള്ള ഫാൻസ് ഷോ കാണാനായി പുലർച്ചെ 4 മണി മുതൽ തന്നെ ഷൊർണൂർ എംലാൽ ആശീർവാദ് സിനിപ്ലക്സിൽ ആരാധകർ എത്തിത്തുടങ്ങിയിരുന്നു. തമ്പോല താളത്തിനൊപ്പം കരിമരുന്ന് പ്രയോഗം കൂടിയായപ്പോൾ തിയേറ്റർ പരിസരം ഉത്സവപ്പറമ്പായി. പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത് മുരളി ഗോപി രചന നിർവഹിച്ച 2019 പുറത്തിറങ്ങിയ മലയാളം പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ലൂസിഫർ. ഇതിന്റെ തുടർച്ചയാണ് L2 എമ്പുരാൻ. ആശീർവാദ് സിനിമാസിലൂടെ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, വിവേക് ഒബ്രോയ്,
ഇന്ദ്രജിത്ത് സുകുമാരൻ, സായ്കുമാർ, ബൈജു സന്തോഷ്, കലാഭവൻ ഷാജോൺ, സാനിയ അയ്യപ്പൻ, നൈല ഉഷ, സച്ചിൻ ഖേദേക്കർ, ഫാസിൽ എന്നിവരടങ്ങുന്ന ഒരു കൂട്ടം അഭിനേതാക്കളാണ് ചിത്രത്തിൽ വിവിധ കഥാപാത്രങ്ങളായി രംഗത്തെത്തുന്നത്. ദീപക് ദേവാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. യഥാക്രമം സുജിത് വാസുദേവ്, സംജിത്ത് മുഹമ്മദ് എന്നിവർ ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ ആദ്യ ഫാൻ ഷോ 6 മണിക്ക് ആരംഭിച്ചു. 9:15 സിനിമ അവസാനിച്ചു. പുറത്തിറങ്ങിയ ആരാധകർ വലിയ ആഹ്ലാദത്തിലായിരുന്നു. ചിത്രം സൂപ്പർ ഹിറ്റാവുമെന്നുറപ്പ്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മേഖലാ പ്രസിഡന്റ് ബിജു ഷൊർണൂർ, സെക്രട്ടറി അലിഭായ്, ജോയിന്റ് സെക്രട്ടറി സുകേഷ്, രക്ഷാധികാരി ശിവൻ, വൈസ് പ്രസിഡന്റ് നിഷാന്ത്, അംഗങ്ങളായ ആനന്ദ്, മണികണ്ഠൻ, ഗോകുൽ, ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി CPIM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാല ടൗൺ ശുചീകരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി OV സ്വാമിനാഥൻ ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിൻ്റെ 14 വാർഡുകളിലും വിവിധ കേന്ദ്രങ്ങളിലെ ആകെ ശുചീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. CPMന്റെ നേതൃത്വത്തിൽ, മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ലോക്കൽ തല ശുചീകരണ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലോക്കൽ അതിർത്തിയിലെ പഞ്ചായത്തിലെ പത്തിരിപ്പാല ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നിവിടെ നടത്തുന്നത്. ഇതിനുശേഷം നാളെയും മറ്റന്നാളുമായി വരാൻ പോകുന്ന 28, 29 തീയതികളിലായി മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയിലെ 25 ബ്രാഞ്ചിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ശുചീകരിച്ചുകൊണ്ട് സർക്കാർ ഏറ്റെടുത്തുള്ള ഈ ക്യാമ്പയിന് വലിയ പിന്തുണയാണ് TR ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത, ബ്ലോക്ക് അംഗം PS മുത്തലവി, വാർഡംഗം AA ഷിഹാബ്, P സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. 25 ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 14 വാർഡുകളും ശുചീകരണം പൂർത്തിയാക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടും ചൂടിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്ക് തണ്ണീർ പന്തലൊരുക്കി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. പത്തിരിപ്പാല റോഡിലും UP സ്കൂൾ പരിസരത്തും കനാൽ, മണിയംകോട് മേഖലകളിലുമാണ് പറവകൾക്ക് ചട്ടികളിലായി ദാഹജലം ഒരുക്കി നൽകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. സ്നേഹവും കാരുണ്യവും ഊട്ടിവളർത്തുക, സഹജീവികളോടും വന്യജീവികളോടുമുള്ള കടപ്പാടും പറവകൾക്ക് ദാഹജലം നൽകുന്നത് മൂലം ജീവന്റെ വില മനസ്സിലാക്കുവാനും പക്ഷികളുടെ വേദന മനസ്സിലാക്കുവാനും കഴിയുമെന്ന് ജീവകാരുണ്യ പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു. എല്ലാ വർഷവും കൊടുംചൂട് സമയത്ത് പക്ഷികൾക്ക് ദാഹജലം ഒരുക്കി നൽകാറുണ്ട്. ഇതിനു പുറമെ സ്വന്തം ചെലവിൽ വെള്ളം ലഭ്യമല്ലാത്ത മേഖലയിൽ കുടിവെള്ളവും എത്തിച്ചു നൽകാറുണ്ട്. വിശന്നു വലയുന്ന മൃഗങ്ങൾക്കും ദാഹജലം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. പറവകൾക്ക് ദാഹജലം ഒരുക്കുന്നത് എല്ലാ വർഷം തോറും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ മറ്റു പലതിലേക്കും പോകുന്ന ഈ കാലഘട്ടത്ത് കുട്ടികളിൽ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, കൂടെയുള്ളവരെ സഹകരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമെല്ലാം ഊന്നിക്കൊണ്ട് കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ പറവകൾക്കുള്ള ദാഹജലം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരത്തെ ആശാസമരം. സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി AK ബാലൻ. സമരസഹായ സമിതിയായി പ്രവർത്തിക്കുന്നത് കോൺഗ്രസും BJPയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമെന്നും ആരോപണം. ജനപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന മുദ്രാവാക്യവുമായി പാലക്കാട് സ്കീം വർക്കേഴ്സ് CITU നേതൃത്വത്തിൽ മാർച്ചും ധർണയും. ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ തർക്കം. മുണ്ടൂരിൽ അയൽവാസിയെ യുവാവ് തലക്കടിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് മുണ്ടൂർ കുമ്മങ്കോട്ടിൽ 57 വയസ്സുള്ള മണികണ്ഠൻ. അയൽവാസികളായ വിനോദും വിനീഷും പോലീസ് കസ്റ്റഡിയിൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പുഴയോര പാർക്ക് നിർമ്മാണത്തിനും 6,85,00,000 രൂപയുടെ അമൃത് പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി. 8 കുളങ്ങൾ നവീകരിക്കും. പുഴയോരത്തൊരുക്കുക 1/2 കോടിയുടെ പാർക്ക്. പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.
നമസ്കാരം.